Hello foodies, welcome back to Marian's Kitchen Recipes. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബട്ടൂരിന്റെ റെസിപ്പിയാണ്. ബട്ടൂരിയും പൂരിയും കാണുമ്പോൾ ഒരേപോലെ ഇരിക്കുന്നെങ്കിലും ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. അതുപോലെ അതിന്റെ ഇൻഗ്രീഡിയൻസിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് മൈദയിൽ ചെയ്യാം, അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയിൽ ചെയ്യാം. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 6 കപ്പ് ഗോതമ്പ് പൊടിയുണ്ട്. ഇത്രയും നിങ്ങൾ എടുക്കണമെന്നില്ല, അതിനനുസരിച്ച് കുറച്ച് കൂട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇത് നമുക്ക് അല്പം വലിപ്പമുള്ള ഒരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുഴയ്ക്കാൻ പാകത്തിൽ അല്പം വലിപ്പമുള്ള ബൗൾ വേണം. അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ബേക്കിംഗ് പൗഡർ ആയാലും മതി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കട്ട തൈരാണ്, അധികം പുളിയില്ലാത്ത കട്ട തൈര്. ഒരു 2 ടേബിൾ സ്പൂൺ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് റവ വേണം. കപ്പ് റവ ഞാനിവിടെ 15 മിനിറ്റ് നേരം കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കുതിർക്കാനായിട്ട് വെച്ചത്. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ റവ എന്നത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ബട്ടൂര് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ആയാലും മതി, ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് നീഡ് ചെയ്തെടുക്കണം. സാധാരണ ചപ്പാത്തി മാവിന് നമ്മൾ കുഴക്കണോണം തന്നെയാണ് ഇതും കുഴച്ചെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ചേർത്ത ഈ ഒരു കൂട്ടിലെല്ലാം കൂടിയിട്ട് ഈ ഗോതമ്പ് പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ തെളിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കണോണം തന്നെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അതേപോലെ നല്ലൊരു ബോളാക്കിയത് എടുക്കണം. ബോളാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു നനഞ്ഞ തുണി ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ടിട്ട് 1 മണിക്കൂർ നേരം ഇത് ഇങ്ങനെ തന്നെ അടച്ചു വെക്കുക. അപ്പോഴേക്കും മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. മാവ് നല്ല സോഫ്റ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെ ഒന്ന് നീഡ് ചെയ്ത് കൊടുക്കണം. വളരെ സോഫ്റ്റ് ആയിട്ടൊന്ന് നീഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഓരോ ബോളാക്കി മാറ്റി വെക്കും. അപ്പോൾ ഈ മാവ് മുഴുവൻ ഓരോ ബോൾസ് ആക്കി നമ്മൾ ചപ്പാത്തിക്ക് ചെയ്യണോണം തന്നെ ഓരോ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കുക. അങ്ങനെ എല്ലാം റെഡിയായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബട്ടൂരിക്ക് വേണ്ടിയിട്ട് പരത്തിയെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു ചിരുക്കോളം പൊടി ഇട്ടിട്ടോ അല്ലെങ്കിൽ ഓയിൽ പുരട്ടിയിട്ടോ നിങ്ങൾക്കിത് പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തിനോണം ഒരുപാട് കനം കുറിച്ച് ബട്ടൂരിക്ക് പരത്താൻ പാടില്ല. ഒരല്പം കനം വേണം കേട്ടോ ബട്ടൂരിക്ക്, എന്നാൽ മാത്രമാണ് നല്ല പഫായിട്ട് ഇങ്ങനെ വീർത്ത് വരത്തുള്ളൂ. പിന്നെ വലുപ്പത്തിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാം, പക്ഷെ അത്രയും വലിയ പാത്രം നമ്മൾക്കിത് വറുത്ത് കോരാനായിട്ട് വേണ്ടി വരും. അപ്പോൾ പാത്രം എടുക്കുന്നതിനനുസരിച്ച് വട്ടം നിങ്ങൾ നോക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിലാണ് ഞാനിവിടെ ബട്ടൂര് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്കിനി വറുത്തെടുക്കാം. വറുത്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് തിളച്ച ഓയിലാവണം. അത്രയും നന്നായി തിളച്ചാൽ മാത്രമാണ് ഇത് പൊന്തി വരത്തുള്ളൂ. ഓയിലിനകത്തേക്ക് ബട്ടൂരി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ പുറംഭാഗം ഇതുപോലെ തട്ടി കൊടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് എണ്ണ മുകളിലോട്ട് കോരി ഒഴിച്ചു കൊടുക്കും വേണം. നന്നായിട്ട് ഇത് പൊന്തി വരെ തന്നെ ചെയ്യും. ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗം വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മാറ്റി വെക്കാം കേട്ടോ. ഇതുപോലെ തന്നെയാണ് എല്ലാം ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ അതിൻ്റെ മുകളിലോട്ട് കോരി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വീർത്ത് വരും. രണ്ടാമത്തെ എണ്ണം കൂടി നമുക്ക് നോക്കാം. ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞോണം കയ്യിൽ കൊണ്ട് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയിൽ മുകളിലോട്ടൊന്ന് കോരി ഒഴിക്കുക. അപ്പം നന്നായിട്ട് ഇത് വീർത്ത് വരും. ഇത് വേവിക്കുന്ന സമയത്ത് ഇതിൻ്റെ ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എല്ലാ ബട്ടൂരിയും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ഇത് തണുത്ത് പോകുമ്പോഴും ഇത് ഇങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആണ്. എല്ലാ നോൺ വെജ് ഐറ്റത്തിൻ്റെ കൂടി നല്ല സൂപ്പറായിട്ട് നമുക്ക് ഈ ഒരു ഐറ്റം കഴിക്കാം. അപ്പോൾ മരിയൻസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാം കേട്ടോ.